ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബീഫ് റെസിപ്പി ഞങ്ങൾ നോക്കാം. ബീഫ് കൊണ്ടാട്ടം സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഇത് ഒരിക്കൽ ട്രൈ ആക്കിയെങ്കിൽ പിന്നെ ആക്കുക. അത്ര ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത് പൊറാട്ടத்துக்கு അതേപോലെ ചോറുക്കും നെയ്ച്ചോറുക്കും എല്ലാத்துக்கும் നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇത് എങ്ങനെ ആക്കണേ ഞങ്ങൾ നോക്കാം. ഞാനിവിടെ 1 kg ഇറച്ചി എടുത്തേ. ഇറച്ചി ഞങ്ങൾ ചന്ത ഇത് കഴുകിയിട്ട് ഇതുപോലെ കട്ടാക്കി എടുക്കണം. ചുമ വലിയ പീസല്ല, ചുമ ചെറുതുമല്ല, ഇതുപോലെ കട്ടാക്കി എടുത്തെങ്കിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇതാ കുക്കർക്ക് ഇട്ട് കൊടുത്തേ. കുക്കർക്ക് ഇട്ട് ഞങ്ങൾ ഇതിൽ മസാലതെല്ലാം ഇടണം. ഒരു സ്പൂൺ എത്ര ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ്, ചെറിയ സ്പൂണിൽ 1 സ്പൂൺ ഫുള്ളായിട്ട് ഇഞ്ചും വെള്ളുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തേ. അതിൽ പിന്നെ മഞ്ഞളുടെ പൊടി, അതേപോലെ മുളക് പൊടി, കൊത്തമ്പരി പൊടി അതെല്ലാം ഇട്ട് കൊടുക്കണം. ഒരു 3/4 ടീസ്പൂൺ എത്ര മുളക് പൊടി, അതേപോലെ നിങ്ങൾ ടേസ്റ്റ് വേണം എത്ര ഉപ്പ്, പിന്നെ കൊത്തമ്പരി പൊടി അതേപോലെ ഒരു 3/4 ടീസ്പൂൺ എത്ര കൊത്തമ്പരി പൊടി. ഇനിയിപ്പോൾ ഞങ്ങൾ ചന്ത കൈ വെച്ചിട്ട് ഇതുപോലെ നല്ല ഒന്ന് മിക്സ് ആക്കിയിട്ട് ಇದಕ್ಕೆ ഞങ്ങൾ തണ്ണി ಬೇನುಂಟು തണ്ണി വിത്തിട്ട് ഞങ്ങൾ ഇത് വേപ്പാട്ടി എടുത്തെങ്ങായിട്ട്. അപ്പോൾ ചില ബീഫുകളെല്ലാം ഞങ്ങൾ ചമ്മ തണ്ണി ಬೇನುಂಟಿಲ್ಲ. ಇದಕ್ಕೆ ഇപ്പോൾ ഞാൻ തണ്ണി വിത്തി കൊടുക്കുക. ഒരു അരക്കപ്പെടുത്തര തണ്ണി വിത്തിട്ട് ഞങ്ങൾ ഇത് ചുമ ಬೇವು തീരാ. ഒരു 80% എല്ലാം ಬೆಂದಂಗೆ ಮೇಯಾವು. ഒരു 3/4 ಬೇವಾಯಂಗೆ ಮೇಯಾವು. ചുമ ഞങ്ങൾ കറിക്കെല്ലാം വേപ്പാട്ടരെ പോലെ അല്ല. അപ്പോൾ ഇതാ അവിടെ വേവ് വെച്ചേ. വേവിട്ട് ചെന്ന പോലെ ചുമ വെന്തിട്ട് ഇങ്ങനെ സാധാരണ കറിക്കെല്ലാം വേപ്പാട്ടര പോലെ അങ്ങനെ വേപ്പാട്ടരല്ല. ഒരു 3/4 ಬೇವಾയಂಗೆ ಮೇವು. അപ്പോൾ ഇതിവിടെ വെന്തിട്ട് വന്നിട്ട് ഇപ്പം ഞങ്ങൾ നോക്കാം. അപ്പോൾ ഇത് വെന്ത് വന്നാൽ പിന്നെ ഇതിൽ ചുമ തണ്ണി ഉണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തണ്ണി ഒന്ന് ബത്തുവാട്ടി എടുക്കുറോ. ഫുള്ളായിട്ട് ബത്തുവാട്ടോ തീരാ. തണ്ണി വേണമെങ്കിൽ ചുമ തണ്ണി ഓവറായിട്ട് തണ്ണി ഉണ്ടെങ്കിൽ തെല്ലിനേരം ഹൈ ഫ്ലെയിമിൽ വെച്ചെങ്കൈത്ത്. ഇപ്പോൾ വത്തിയിട്ട് വണ്ട്. അപ്പോൾ ഇത് ഇതിൽ തണ്ണി ഉണ്ടല്ലേ, ഇത് ഞങ്ങൾ വേണു ഈ തന്നെ. ഇനിയിപ്പോൾ ഞങ്ങൾ അതിൽ ഇറച്ചിയെല്ലാം എടുത്തിട്ട് വേറെ ഒരു പ്ലേറ്റ് ഇട്ട് കൊടുക്കുറേ. അപ്പോൾ ഇതാ ഇറച്ചിയെല്ലാം ഇതുപോലെ എടുത്ത് വെച്ചേ. ഇതൊരു സൈഡിലേക്ക് ഇട്ട് ഇനിയിപ്പോൾ ഇറച്ചിയുടെ സ്റ്റോക്ക് ഞങ്ങൾ ഒരു അരക്കപ്പെടെ എത്ര കിട്ടിയത് ഇത്ര ഉണ്ട് ഇറച്ചി തന്നെ. അപ്പോൾ ഇത് ഞങ്ങൾ ಬೇನು ಇದನ್ನ ಹೆಚ್ಚಿದ ಮೇಲೆ ചുമ ಉಂಡ್ಕೊಂಡೆಂಗೆ ഞങ്ങൾ ಬತ್ತು ಬಟ್ಟಿ ಎಡ್ತಿಂಗೈತೆ. ചുമ ಓವರಾയിട്ട് തന്നെ ಉಂಡ್ಕೊಂಡೆಂಗೆ. ഇനിയിപ്പോൾ ഞങ്ങൾ ಅದಕ್ಕೆ ഒരു മസാല ഇടണം. ഒരു ബൗൾ എടുത്ത് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അത് വലിയ സ്പൂണിൽ 1.5 സ്പൂൺ എടുത്തെങ്കൈತೆ. അതിൽ പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളുടെ പൊടി, അതേപോലെ ഒരു 1/2 to 3/4 ടീസ്പൂൺ എത്ര കൊത്തമ്പരി പൊടി, പിന്നെ ഞങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂൺ എത്ര ഗരം മസാല, അതേപോലെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഓരോ സ്റ്റെപ്പിലും ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇട്ട ചുമ വേണ്ട. ഇപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കിട്ടുക ഇപ്പോൾ ഒരു ടീസ്പൂൺ മയ്യാവും. 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി, അതേപോലെ ഞങ്ങൾ ഒരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഒരു ടേബിൾ സ്പൂൺ മൈദാവും ഞങ്ങൾക്ക് അരിയുടെ പൊടിയോ ഏതോ. ഞാനിപ്പോൾ വലിയ സ്പൂണിൽ 2.5 സ്പൂൺ കോൺഫ്ലോറും ഒരു സ്പൂണ് മൈദ, അതിൽ പിന്നെ വിനീഗറും ಬಿತ್ತು കൊടുത്തേ. അപ്പോൾ വിനീഗർ ബദലിಗೆ ഞങ്ങൾ ലെമൺ ജ്യൂസ് ಬಿತ್ತರೆಂಗೆ ಅದು ಉಪ್ಪು ಇಟ್ಟು ಕೊಡ್ತಾರೆ. ಉಪ್ಪು ನಂಗೆ ಇರ್ಚಿಗೆಲ್ಲ ಉಪ್ಪಿಟ್ರೆ ಅದು ನೋಕಿಲ್ಲ ಟೇಸ್ಟ್ ನೋಕಿಟ್ಟು ಉಪ್ಪು ಇಟ್ಟು ಕೊಡ್ತಾರೆ. പിന്നെ ഒരു മുട്ടದ ಬಿತ್ತಿട്ട് നല്ല മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ ഇപ്പോൾ തണ്ണി ಬೇನುಂಡ್ಕೊಂಡೆ ഞങ്ങൾ ആ ഒരു ഇറച്ചിയുടെ തണ്ണി എടുത്ത് വെച്ചിട്ടല്ലേ അതുവേ ಬಿತ್ತಿട്ട് ഞങ്ങൾ ഇത് നല്ല മിക്സ് ആക്കി എടുത്തെങ്കൈತೆ. വേനത്ര തണ്ണി ಬಿತ್ತಿಲ್ಲರು. ഇതുപോലെ മസാല മിക്സ് ആക്കിയാൽ പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ എടുത്ത് വെച്ച് ഇറച്ചി ഉണ്ടല്ലേ, ഇറച്ചി ഇട്ടിട്ട് ഇതിൽ ചന്ത മിക്സ് ആക്കി അടിമേലാക്കി എടുക്കണം. ഇതിപ്പോൾ ഞങ്ങൾ ഇത് ചുമ്മേനേരം വെയിറ്റ് ആക്കണം അങ്ങനെ എന്തില്ല. എടുത്തപ്പോൾ ഞങ്ങൾ ചൂടോടുമേ മസാല ഇട്ട് വെച്ചെങ്കിൽ വെയിറ്റ് ആക്കണം അങ്ങനെ എന്തില്ല. മസാല ഇട്ടിട്ട് ഞങ്ങൾ ഇതൊരു 1/2 ഗಂಟೆ റെസ്റ്റ് വയ്ക്കണം. അപ്പോൾ നല്ല മസാല എല്ലാം പിടിക്കരുത്. അതേപോലെ ഒരു 1/2 ഗಂಟೆ അവിടെ റെസ്റ്റ് വയ്ക്കുക. അതിൽ പിന്നെ ഞങ്ങൾ ഇത് ഫ്രൈ ആക്കി എടുത്തെങ്കിട്ട്. അപ്പോൾ ഏതാ എണ്ണ ചൂടാകുക വെച്ചാൽ നല്ല ചൂടായ എണ്ണ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുത്തെങ്കിട്ട്. അപ്പോൾ ഞങ്ങൾ ഇതിങ്ങനെ എണ്ണ ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒട്ടിക്ക് ഇടണ്ട, എല്ലാം മുദ്ദാക്കിയിട്ട് ഇടണ്ട, ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ടെങ്കിട്ട്. അപ്പോൾ ഞങ്ങൾ ಬೇರೆ ಬೇರೆ ಮೇಕಿಟ್ರೆ അപ്പോൾ ಬೇಗമേ അവിടെ ഇത് ചുമ്മനേറ ഡ്രൈ ആക്കിയിട്ട് ഫ്രൈ ആക്കണ്ട. ഡ്രൈ ആയെങ്കിൽ ചുമ്മ ഇറച്ചി ഡ്രൈ ആയെങ്കിൽ ഞങ്ങൾ തിന്നുക നല്ലാവില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് വേണം. ഞങ്ങൾ ഇത് ഓൾറെഡി കുക്കാക്കി എടുത്തതില്ല. അപ്പോൾ ചുമ്മനേറ ഡ്രൈ ആക്കണ്ട, നല്ല സോഫ്റ്റ് ആയിട്ട് വേണം. അപ്പോൾ ಬೇಗമേ അവിടെ ചുമ്മനേറില്ല ഇത് ഈ ഒരു ഫ്രൈ ആക്കുന്ന ടൈം വെച്ചാൽ ಬೇಗമേ അവിടെ ഒരു സൈഡായാലും പിന്നെ നിങ്ങൾ തിരിച്ച് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തെങ്കൈത്ത. അപ്പോൾ ഇതുകൂടെ ഫ്രൈ ആയിട്ട് എടുക്കണം. കണ്ടല്ലേ ഇതുപോലെ ഇറച്ചി ഫ്രൈ ആയിട്ട് വന്നിട്ട് ഇത് എടുത്തിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തെങ്കൈത്ത്. അപ്പോൾ ഇതാ ഇറച്ചിയെല്ലാം ഇതുപോലെ എല്ലാ ഇറച്ചിയും ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് എടുത്തത്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് ഇട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഒരു പാൻ വെച്ചിട്ട് അതിക്ക് ഞങ്ങൾ ഇപ്പോൾ ഇറച്ചി ഫ്രൈ ആക്കിയല്ലേ അതേ ഓയിൽ എടുത്തുള്ളൂ. അത് ഓയിൽ ഞങ്ങൾ ಬೇನೆ എത്ര ബീത്തിങ് ആയിട്ടില്ല. ഞാനിവിടെ ഇത്ര ഓയിൽ ബീത്തി കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ എല്ലാം ಬೇನವು നോക്കിയുള്ളൂ. അതിൽ പിന്നെ ഇഞ്ചി വെല്ലുള്ളി പിന്നെ അതുപോലെ ചുവന്ന മുളക് പിന്നെ ಬೇವಿച്ചപ്പ് ഇത്ര ಬೇನು. അപ്പോൾ ഇഞ്ചി വെല്ലുള്ളി കണ്ടല്ലേ ഇത്ര വെല്ലുള്ളി തെല്ലി ആരെടുത്ത പിന്നെ ഇഞ്ചി തെല്ലി കുരുടി അത് ഞങ്ങൾക്ക് പേസ്റ്റ് ഇടാണ്ട ഈ ടൈമിൽ കട്ടാക്കിയിട്ടെങ്കൈತೆ പൊടിയായിട്ട് കട്ടാക്കിയിട്ടെങ്കൈತೆ. അപ്പോൾ ഇഞ്ചി വെല്ലുള്ളി എണ്ണയിൽ നല്ല കായണോ, നല്ല കാഞ്ഞിട്ട് വരട്ട് അതിലൊട്ടിക്കുമ്പോൾ ഞങ്ങൾക്ക്
ചുവന്ന മുളകും ഇതിലൊട്ടിക്കുമ്പോൾ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇഞ്ചി വെള്ളുള്ളി നല്ല കളർ ചേഞ്ച് ആയിട്ട് വരണം, ഗോൾഡൻ കളറായിട്ട് വരണം. അതിൽ പിന്നെ ഞങ്ങൾ ഇതിക്ക് നീരുള്ളി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ചുവന്ന മുളക് ഇട്ട് കൊടുത്താൽ നല്ല ഒന്ന് കായിട്ട് ഇതിൽ നല്ല ഇത് ഇഞ്ചിയും വെല്ലുള്ളി നല്ല ഗോൾഡൻ കളറായിട്ട് വരണം. അവിടത്തോളം ഞങ്ങൾ ഇത് ಫ್ರೈ ಆಗಿ ಇಡ್ತೀನಿ ಆಯ್ತು. അപ്പോൾ ഇത് കാഞ്ഞോട്ട് ಬಂದರೆ ഇപ്പോൾ ഞങ്ങൾ അതിലൊട്ടിക്കുമ്പോൾ ಬೇಚೊಪ್ಪು ഇട്ട് കൊടുത്തേ. ಬೇಚೊಪ್ಪು ഇന്നും തെല്ലി ആറിയിട്ടിരിക്കും നല്ലമേ. അപ്പോൾ ഇത് ഇഞ്ചി വെല്ലുള്ളി കണ്ടില്ലേ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നത്. അതിൽ പിന്നെ ഞങ്ങൾ ഇതിക്ക് ഒരു മീഡിയം സൈസിൽ ഒരു 3 നീരുള്ളി ഇതുപോലെ പൊടിയായിട്ട് കട്ടാക്കി ഇട്ട് കൊടുക്കണം. അത് ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ അത് നിങ്ങൾ ചോപ്പാക്കി എടുത്തേങ്ങ ആಯ್ತು. അല്ലെനിക്ക് നിങ്ങൾ ചാക്കിലെല്ലാം കട്ടാക്കിറിങ്ങ പൊടിയായിട്ട് കട്ടാക്കി എടുക്കണം. അപ്പോൾ നീരുള്ളി അതുപോലെ നല്ല കായണം, ഗോൾഡൻ കളറായിട്ട് വരണം. ഹൈ ഫ്ലെയിമിൽ വെച്ചോളൂ. അപ്പോൾ കണ്ടല്ലേ ഇതുപോലെ കളർ ചേഞ്ച് ആയിട്ട് വന്നത്, നല്ല ഗോൾഡൻ കളറായിട്ട് വന്നത്. അത്രത്തോളം ഞങ്ങൾ ഇത് ഫ്രൈ ആക്കണം. നീരുള്ളി നല്ല കായണം, അപ്പമേ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. ഇനിയിപ്പോൾ തീ തെല്ല് ശരിയാക്കി വെച്ചിട്ട് ഒരു 1/2 to 3/4 ടേബിൾ സ്പൂൺ അത്ര കാശ്മീരി മുളക് പൊടി, അതിലൊട്ടിಗೆ ടൊമാറ്റോ സോസ് അതല്ലെങ്കിൽ കെച്ചപ്പ് ഏതും ആവും. അത് ഞങ്ങൾ ഒരു 3-4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ എല്ലാം ಬೇನಾവും നോക്കിയിട്ട് ಬೇന എത്ര ബീത്തി കൊടുക്കറോ. അപ്പോൾ ഇത്ര ബീത്തി കൊടുത്തേ നല്ല മിക്സ് ആക്കി എടുക്കറോ. ഇനിയിപ്പോൾ ഞങ്ങൾ ಬೇನೆങ്കിൽ തീ ഒന്ന് കൂട്ടി കൊടുക്കുക. ഇതിക്ക് തെല്ല കുരടി ഉണ്ടോ ഇപ്പോൾ തെല്ല ബീത്തി കൊടുക്കുക. കണ്ണില്ല അത് നിങ്ങൾ ടൊമാറ്റോ സോസ് ಬೇನೆ എത്ര നോക്കിയിട്ട് ബീത്തി കൊടുത്ത് ചുമ്മാ ഓവറായിട്ടും വേണ്ട. ഇപ്പോൾ ഒരു സ്പൂൺ എത്ര ബീത്തി കൊടുത്തേ അതിലൊട്ടിಗೆ ഞങ്ങൾ ഇറച്ചിലെ തണ്ണി എടുത്ത് വെച്ചല്ലേ ആ ഒരു തണ്ണിയും തെല്ല് ചുമ്മെಲ್ಲ തെല്ല് ബീത്തി കൊടുത്തേ നല്ല മിക്സ് ആക്കി എടുത്തോളൂ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണം. അത് ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ അത്ര ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക. 1.5 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ എല്ലാം ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക്. അപ്പോൾ ഈ ഒരു ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടിരിക്കരുത്. ഞങ്ങൾ ഇപ്പോൾ പറുത്തെല്ലാം ഇട്ടിട്ട് നല്ല സ്പൈസി ആയിട്ടിരിക്കുക. ഞാനിപ്പോൾ ഇത് ഓവറായിട്ട് സ്പൈസി ആക്കിയിട്ടില്ല, ചുമ്മാ ഇവിടെ കാറായെങ്കിൽ ഇവിടെ ആവില്ല. അപ്പോൾ അതുകൊണ്ട് ചുമ്മാ ഓവറായിട്ട് കാറ ആക്കിയിട്ടില്ല. ഇത് ഞാനിപ്പോൾ കണ്ടതല്ലേ നിങ്ങൾ മുളക് പൊടിയെല്ലാം ഇട്ടത് ചുമ്മാ. അത് നിങ്ങൾ കാര നോക്കിയിട്ട് നിങ്ങൾ ಯಾರ ಖಾರ ಬೇಕಂದ್ರೆ ಚಿಲ್ಲಿ ಫ್ಲೇಕ್ಸ್ ಎಲ್ಲ ತಿಳಿ ಯಾರಿಟ್ಟಿಂಗಿತ್ತು. അപ്പോൾ ആ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ട് അതിലൊട്ടിಗೆ ഇറച്ചി ഇട്ട് കൊടുത്തേ നല്ല അടിമേലാക്കി എടുക്കും, ചെന്ത മിക്സ് ആക്കി എടുക്കും. തീ തെല്ല് കൂട്ടി കൊടുക്കും. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചല്ലോ അതിലൊട്ടിಗೆ ഒരു തെല്ല് തണ്ണി വീത്തി കൊടുത്തേ. അവർ ഇറച്ചി തണ്ണി എടുത്ത് വെച്ചിട്ടില്ല, ചുമ്മല്ല തെല്ല് ഞങ്ങൾ ചുമ്മ വേണ്ട. നല്ല ഇതിൽ ചെന്ത അടിമേലാക്കി എടുക്കണം. ലാസ്റ്റായിട്ട് നിങ്ങൾ തെല്ല് കൊത്തമ്പരി സೊಪ್ಪು പൊടിയായിട്ട് കട്ടയ്ക്ക് കൊത്തമ്പരി സೊಪ್ಪು ഇട്ട് കൊടുക്കുക. ടേസ്റ്റ് എല്ലാം നോക്കൂ, ഉപ്പ് അതില്ലെങ്കിൽ എന്തെങ്കിലും പുളിയെല്ലാം കുറവിടുകനെ ഈ ടൈമെല്ലാം അഡ്ജസ്റ്റ് ആക്കി കൊടുത്തിങ്ങാಯ್ತು. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുണ്ടോ, പുളിയെല്ലാം കുറവിടുകനെ ലെമൺ ജ്യൂസ് ബീത്തിങ്ങാಯ್ತು. അപ്പോൾ ഇത് ടേസ്റ്റ് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇത് ആയിത്തൂടെ ഇത്രമേയോ കണ്ടില്ലെങ്കിൽ ഇതുപോലെ ആക്കിയിട്ട് എടുക്കണം. ഇതിപ്പോൾ ഞാനിത് എടുക്കറേ ആಯ್ತು മയാവും. അപ്പോൾ നോക്കിയാറല്ലേ ഇണ്ടത്തിനങ്ങനെ ബീഫ് കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ ഇത് മിസ്സാക്കണ്ട, ഒരുക്കായെങ്കിൽ വന്ന് ട്രൈ ആക്കി നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടവും. നോമ്പിലെല്ലാം നിങ്ങൾ ആക്കി നോക്കൂ, അത്ര നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കുക. ഇത് ഞങ്ങൾക്ക് എല്ലാത്തുക്കും നെയ്ച്ചോറുക്കും അതേപോലെ പൊറാട്ടത്തേക്ക് ചപ്പാത്തിക്ക് പിന്നെ പത്രികായെങ്കിൽ നെയ് പത്രിക എല്ലാത്തുക്കും നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുക. ഞാനിത് നെയ്ച്ചോറുക്ക് ആക്കിയത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കുക. ഇതിൽ ഞാൻ ചിക്കനിലും ആക്കിര മുന്നോലോ, ചിക്കനിൽ ഞാൻ വീഡിയോ മുന്നോലോ അപ്ലോഡ് ആക്കിര. ಅದರ ಲಿಂಕ್ ಬೇಡ ನಾನು ಇದೇ ವಿಡಿಯೋಡೆ ಕಮೆಂಟ್ ಬಾಕ್ಸ್ ಇದು ಪಿನ್ ಹಾಕಿಟ್ಟು ಬೇಕಿರ ಲಿಂಕ್ ಅದು ಬೇನುಂಟಾയി നോക്കൂ. ചിക്കനിൽ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും, ഈ ഒരു ഇറച്ചിയിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കും. ഫ്രൈ ആക്കി നോക്കൂ. അപ്പോൾ നിങ്ങൾ ഇറച്ചി കണ്ടല്ലേ ഇത് ഡ്രൈ ആയിട്ടില്ല, ഇങ്ങനെ വേണം സോഫ്റ്റ് ആയിട്ട് വേണം. അപ്പോൾ നല്ല തിന്നോക്കും നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ആക്കി നോക്കൂ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ, കമൻറ്റ് ആക്കൂ. അതേപോലെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിಗೆ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ. ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിന് മുട്ടമുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ആക്കൂ. ഇൻഷാ അല്ലാ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.